ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു വലിയ മഹാമാരി പടർന്ന് പിടിച്ചിരിക്കുകയാണ്. രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവനും. ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉത്കണ്ഠയുണ്ടെന്നറിയാം. എല്ലാവരും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ മരുന്ന് കണ്ടുപിടിക്കണമേ എന്നുള്ള ഒരു അന്വേഷണത്തിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു സാധ്യത, നമ്മളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടൊരു വലിയ സാധ്യത ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, ഈ ലോകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഇതേപോലുള്ള എന്തെങ്കിലും പ്രോബ്ലംസും പ്രശ്നങ്ങളും ഒക്കെ രാജ്യത്തുണ്ടാകാറുണ്ട്, ലോകത്തുണ്ടാകാറുണ്ട്. അവിടെയെല്ലാം ചില ആളുകൾ അവസരങ്ങൾ കാണാറുണ്ട്. അതിനകത്ത് ആ അവസരങ്ങൾ ലോകത്തുള്ള പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അത് മാറാറുണ്ട്. അങ്ങനെ പരിഹാരം കണ്ടെത്തുന്ന പല ആളുകളും പിന്നീട് പ്രസിദ്ധരായിട്ടുണ്ട്. പല ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തരികയാണ് DXN എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം. 1993 ഡോക്ടർ ലിംസ്യോജിൻ മലേഷ്യയിൽ സ്ഥാപിച്ച ഒരു ചെറിയ കമ്പനിയാണ്. ആ കമ്പനി പിന്നീട് വളർന്ന് പന്തലിച്ച് ഇന്ന് ലോകം മുഴുവനും ആയിക്കഴിഞ്ഞു. ഏകദേശം 180 പരം രാജ്യങ്ങളിലേക്ക് DXN കമ്പനി കടന്നു ചെന്ന് കഴിഞ്ഞു. അപ്പോൾ അതിലൊരു ചെറിയ രാജ്യമാണ്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലും 2000-ലാണ് വന്നത്. DXNൽ 2000-ൽ ജോയിൻ ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പേര് രാജീവ്. ഞാൻ എറണാകുളം സ്വദേശിയാണ്. 2000-ൽ ഞാൻ DXN കമ്പനിയിൽ വരുമ്പോൾ ഒരു ടയർ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ DXNൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ സുഹൃത്ത് എന്നോട് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മീറ്റിങ്ങിൽ പോയി കാര്യങ്ങൾ കേട്ടു. എനിക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ കോഫിയും ഒരു 2 ടൈപ്പ് ക്യാപ്സൂൾസും ഉണ്ടായിരുന്നു. ആ ക്യാപ്സൂൾസ് ഹെൽത്ത് സപ്ലിമെൻ്റ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് അത് ഉപയോഗിക്കാനും കാപ്പി ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി. അതിൽ നിന്ന് അതൊരു ഹെൽത്ത് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമായതുകൊണ്ട് അത് ഞങ്ങൾ ഉപയോഗിച്ചു. അത് നല്ല ഒരു ശരീരത്തിന് നല്ലൊരു ആരോഗ്യം പ്രദാനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്ന്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം പുതിയ ഒരു അറിവാണ്. അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഒബ്ജെക്ഷൻസും ഫീൽഡിൽ നിന്നുണ്ടായിരുന്നു. അതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ നിരാശയോടുകൂടി അടക്കം നിർത്തിക്കളയണമെന്നൊക്കെ തോന്നുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത് ഉപേക്ഷിച്ച് കളയാൻ തോന്നിയില്ല. വീണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് DXN കമ്പനിയിൽ ഒരുപാട് ആളുകളെ എനിക്ക് DXN കമ്പനിയിലൂടെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെയും ഞാൻ ഈ കമ്പനിയിലേക്ക് ഈ അവസരം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്തി. അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത് വഴിയായിട്ട് അദ്ദേഹം ഒരു ആദായ നികുതി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ആ വ്യക്തി വഴിയായിട്ട് അനേകായിരക്കണക്കിന് ആളുകൾ ആദായ നികുതി കൊടുക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചു. അതുകൂടാതെ തന്നെ ഞാൻ ട്രെയിൻ യാത്രയിൽ എനിക്ക് കിട്ടിയ ഒരു സുഹൃത്ത് വഴിയായിട്ട് എനിക്ക് വന്ന ഒരു വലിയ ടീമാണ് ഇന്ന് ബീഹാർ. ഏതാണ്ട് 9 കോടി ടേൺ ഓവർ ബീഹാർ മാത്രം ഒരു മാസം നടക്കുന്നു. അങ്ങനെ ഇതുവരെയുള്ള സമയം കൊണ്ട് ഏകദേശം 121 രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടാക്കാനായിട്ട് ഈ DXN അവസരം എനിക്ക് തന്നു എന്നുള്ളതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പുതിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, അവസരങ്ങൾ വല്ലപ്പോഴും മാത്രം വന്ന് മുട്ടിവിളിക്കും, നമ്മുടെ വാതിലിൽ മുട്ടിവിളിക്കും. പലപ്പോഴും നമുക്കിത് അവസരമാണെന്ന് പോലും മനസ്സിലാവില്ല. അപ്പോൾ ആ അവസരത്തെ നമ്മൾ ചാടിപ്പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചാടിപ്പിടിച്ച് അതിനകത്ത് എനിക്ക് എന്തൊക്കെ രീതിയിൽ എനിക്ക് വിജയിക്കാൻ പറ്റും അത് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മുൻപേ കടന്നുപോയ ആളുകളുടെ പാത ഞാൻ നോക്കി, അവർ വിജയിച്ചവരുടെ പാത നോക്കി അത് പിന്തുടർന്നപ്പോൾ എനിക്ക് സക്സസ് ആകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഈ പ്രസ്ഥാനത്തിൽ വിജയിച്ച ആളുകളെ കണ്ടെത്തുക. അവരെന്തൊക്കെയാണ് ചെയ്തത്, അവരെന്തെല്ലാം കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്തത്, ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുക. ഉറപ്പാണ് അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി, നമ്മൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം.